+1 +2 പഠിച്ചു കൊടുക്കുമ്പോഴേ മനസ്സിലാക്കേണ്ട 3 സത്യങ്ങളുണ്ട്. അത് മനസ്സിലാക്കി നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്താൽ തന്നെ നിങ്ങളുടെ കുറേ മാർക്കുകൾ നിങ്ങൾക്ക് ലിറ്ററലി സേവ് ചെയ്യാൻ പറ്റും. ആ 3 സത്യങ്ങൾ എന്താണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് സത്യമാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഈ PYQ മാത്രം പഠിച്ചു പോകുന്ന പരിപാടി അതങ്ങോട്ട് നിർത്തിക്കൂടാ. കാരണം അത് ഇനി അങ്ങോട്ട് വർക്ക് ചെയ്യാൻ പോകുന്നില്ല. എന്തുകൊണ്ടാണ് സാർ ഇനി അങ്ങോട്ട് എന്ന് പറയുന്നത്? പണ്ട് വർക്ക് ചെയ്യായിരുന്നു, ആക്ച്വലി വർക്ക് ചെയ്യായിരുന്നു. പണ്ടത്തെ പേപ്പറിൻ്റെ ആ ഒരു പാറ്റേൺ പ്രകാരമാണെങ്കിൽ നിങ്ങൾ PYQ തന്നെ പഠിച്ചു പോയി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഒരു 90% ചോദ്യങ്ങൾ ആൻസർ ചെയ്യാൻ വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. കാരണം അത്രത്തോളം റിപ്പീറ്റഡ് ആയിട്ടായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇത് പക്ഷേ 2 വർഷം മുൻപുള്ള കഥയാണ്. കഴിഞ്ഞ 2 വർഷങ്ങളിൽ +1 +2 പേപ്പറിന്റെ പാറ്റേൺ നല്ല രീതിയിൽ മാറി വരുന്നുണ്ട്. പല ചോദ്യങ്ങളും PYQയിൽ ചോദിക്കുന്ന രീതിയിലല്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ട എന്താണ്? PYQ പഠിക്കാതിരിക്കുകയാണോ? അല്ല, ഈ PYQ വേണ്ടെന്ന് പറഞ്ഞത് PYQ മാത്രമായിട്ട് പഠിച്ചു പോകുന്ന പരിപാടിയാണ് വേണ്ടെന്ന് പറഞ്ഞത്. PYQ എന്തായാലും നിങ്ങൾ ചെയ്യണം. കാരണം എത്ര ഡിഫറെൻ്റ് ആയിട്ട് പേപ്പർ വന്നാലും ഈ 90% PYQ വന്നില്ലെങ്കിലും ഒരു 60-70% PYQ തന്നെ ആയിരിക്കും. അതിൽ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ബാക്കിയുള്ള മാർക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ടെക്സ്റ്റ് ബുക്കും കൂടെ നന്നായിട്ട് പഠിച്ചു കൊടുക്കണം. ഇപ്പോൾ ഫിസിക്സിൻ്റെ കേസിലാണെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലുള്ള NCERT എക്സാമ്പിൾ ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്തിരിക്കണം. ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സസൈസിൽ സെലക്ടഡ് ആയിട്ട് മാത്രം ചെയ്താൽ എക്സാമിനർ ബാച്ച് ജോയിൻ ചെയ്തവർ സെലക്ടഡ് ആയിട്ട് കൊടുക്കുന്നുണ്ടല്ലോ. അതേപോലെ തന്നെ മാത്സിലും നിങ്ങൾ എക്സാമ്പിൾസ് ചെയ്തിരിക്കണം, എക്സസൈസും ചെയ്തിരിക്കണം. എക്സസൈസ് മാത്സിൽ നിങ്ങൾ ഫുള്ള് ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല മാത്സിലായതുകൊണ്ട്. കെമിസ്ട്രിയിലൊക്കെ നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്കിന് ഇടയിലുള്ള ചോദ്യങ്ങൾ ചെയ്യുക. പിന്നെ സെലക്ടഡ് ആയിട്ടുള്ള NCERT ക്വസ്റ്റൻസ് നമ്മുടെ ആപ്പിൽ തരുന്നത് അത് മാത്രമായിട്ടെങ്കിലും ചെയ്തിരിക്കണം. ബയോളജിയിലും ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് പഠിക്കുക. ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് ആസ്പദമാക്കിയുള്ള പഠനം വേണം. കാരണം കഴിഞ്ഞ 2 വർഷത്തെ പേപ്പർ നമ്മൾ എടുത്തു നോക്കിയാലും ഈ ടഫായിട്ട് എന്ന് പറയുന്ന ചോദ്യങ്ങൾ ഡയറക്റ്റ്ലി ടെക്സ്റ്റ് ബുക്ക് എന്നുള്ള ചോദ്യമായിരുന്നു. ഒന്നേ ഡയറക്റ്റ്ലി ടെക്സ്റ്റ് ബുക്ക് അതേ ചോദ്യം തന്നെ, അല്ലെങ്കിൽ ആ ഒരു ടെക്സ്റ്റ് ബുക്കിലെ ഒരു പാരഗ്രാഫെന്നോ അല്ലെങ്കിൽ ഒരു ടോപ്പിക്കെന്നോ അതിൽ നിന്ന് നേരെ എടുത്ത ചോദ്യങ്ങളാണ്. അല്ലാണ്ട് ടെക്സ്റ്റ് ബുക്കിന്റെ പുറത്തുള്ള ഒരു കോൺസെപ്റ്റ് പോലും ഏറ്റവും ടഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പോലും വന്നിട്ടില്ല. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റഡിയും കൂടെ നിങ്ങൾ ഇനി മെല്ലെ മെല്ലെ ചേർക്കണം. ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ വായിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല, അത് മനസ്സിലാക്കി തന്നെ വായിക്കണം. അതിന് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരത്തെ തന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്യുക. ഇപ്പോൾ എക്സാമിനറുടെ ബാച്ചിലെ ക്ലാസ് ആണെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ട് ക്ലാസ് ആയിരിക്കും. അതിൽ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിനുശേഷമാണ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നതെങ്കിൽ ഈസി ആയിട്ട് മനസ്സിലാവും. അല്ലാതെ ചാടി കയറി ഫിസിക്സിൻ്റെ ഒക്കെ ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ പോയി കഴിഞ്ഞാൽ അത് പ്രശ്നമായിരിക്കും. മാത്സും കെമിസ്ട്രിയും ബയോളജി വലിയ കുഴപ്പമില്ല, ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്, കുഴപ്പമില്ല. പക്ഷേ ഫിസിക്സിലെ കേസിൽ ക്ലാസ്സും കൂടി അറ്റൻഡ് ചെയ്തിട്ട് വായിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ശരിക്കും ഇത് മനസ്സിലാവും. പക്ഷേ ഇതും ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതല്ലാതെ ഇത് മാത്രം പഠിച്ചു പോയാൽ ഇനി അങ്ങോട്ട് വർക്ക് ചെയ്യാൻ പോകുന്നില്ല. രണ്ടാമത്തെ സത്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കോൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള പഠനം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 വർഷം മുൻപ് പാറ്റേൺ മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ക്ലിയർ ആയിട്ടൊരു കാര്യം മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ ഈ പാറ്റേൺ അവർ മാറ്റിയത് എന്തിനാണ്? കുട്ടിക്ക് കോൺസെപ്റ്റ് ശരിക്കും മനസ്സിലായോ എന്ന് അറിയാം, അത് ടെസ്റ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പാറ്റേൺ ചേഞ്ച് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പണ്ടൊക്കെ പല കുട്ടികളും PYQ പഠിക്കും, പിന്നെ വേറെ കുറേ ചോദ്യങ്ങൾ, ഗൈഡിലെ ചോദ്യങ്ങൾ, ഈ ചോദ്യങ്ങൾ, ഓൺലൈൻ കിട്ടുന്ന ചോദ്യങ്ങൾ, യൂട്യൂബിൽ വരുന്ന വൺ ഷോട്ടിലെ ചോദ്യങ്ങൾ, എക്സാമിന് തല്ലുന്നുള്ള മാരത്തോൺ ചോദ്യങ്ങൾ, എല്ലാ ചോദ്യങ്ങളും ചെയ്തു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ PYQ എന്ന് വരുന്ന 90%, ബാക്കി 10% ഫുൾ മാർക്ക് കിട്ടും. ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്നില്ല. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ നിങ്ങൾ എത്ര ചോദ്യങ്ങൾ ചെയ്താലും നിങ്ങൾക്ക് ആ ചോദ്യത്തിൻ്റെ പുറകിൽ കോൺസെപ്റ്റ് ഉണ്ടാവില്ലേ? ആ കോൺസെപ്റ്റ് ശരിക്കും അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പുതിയ പാറ്റേണിൽ വരുന്ന ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ പാറ്റേൺ എന്ന് പറയുമ്പോൾ എന്താണ്? പുതിയ ടൈപ്പ് ചോദ്യങ്ങളാണ്. പക്ഷെ കോൺസെപ്റ്റിൽ മാറ്റം വരുന്നില്ല. ആ അണ്ടർലൈൻ കോൺസെപ്റ്റ് അല്ലെ ഇക്വേഷൻ, അതിലും മാറ്റം വരുന്നില്ല. അത് എങ്ങനെ ചോദിക്കുന്നു എന്നുള്ള കാര്യത്തിലാണ് അവരെന്ത് ചെയ്യുന്നത്? അവർ മാറ്റങ്ങൾ വരുത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കോൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലായ ഒരു കുട്ടിക്ക് നിങ്ങൾ കുറേ ചോദ്യങ്ങൾ ചെയ്തില്ലെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല. നിങ്ങൾ ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചെയ്തു പോയാൽ മതി. എന്നാൽ കോൺസെപ്റ്റ് കൃത്യമായിട്ട് അറിയാതെ നിങ്ങൾ എത്ര ചോദ്യങ്ങൾ ചെയ്താലും നിങ്ങൾക്ക് പരീക്ഷയിൽ മാർക്ക് കിട്ടില്ല. ആ ചോദ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും, പക്ഷെ പരീക്ഷയിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. അത് വേറെ രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ. കാരണം വേറെ രീതിയിൽ ചോദിക്കുമ്പോൾ നിങ്ങളത് കണ്ടിട്ടുണ്ടാവില്ല. എന്ന് മാത്രമല്ല നിങ്ങൾക്ക് അത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള കോൺസെപ്റ്റ് അറിയാത്തതുകൊണ്ട് നിങ്ങൾക്ക് അതും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇനി മെല്ലെ കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടി തുടങ്ങുക. എങ്ങനെ കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക സാർ? നല്ല ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്നാൽ മതി. നല്ല ക്ലാസ് കണ്ടുപിടിക്കുക. അത് എവിടുന്ന് വെച്ചാൽ കണ്ടുപിടിക്കുക. എക്സാമിനറാണ് എക്സാമിനർ, ബാക്കിയുള്ള നിങ്ങളുടെ സ്കൂളിലാണ് സ്കൂളിൽ, എവിടെയാണെങ്കിലും നല്ല കോൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള പഠിപ്പിക്കുന്ന ക്ലാസ് ആണെങ്കിൽ അത് കണ്ടുപിടിക്കുക എന്ന് മാത്രമല്ല, അത് ശ്രദ്ധിച്ചിരിക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ നോട്ട് ഉണ്ടാക്കുക, അത് വെച്ച് പഠിക്കുക. ഇത്ര സിമ്പിൾ കാര്യമാണ്. അല്ലാണ്ട് ഭയങ്കര വലിയ എന്തോ ചെയ്യേണ്ട പരിപാടിയൊന്നുമല്ല. പക്ഷേ ഇത് ചെയ്യണം. അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് എടുക്കരുത്. ലാസ്റ്റ് സത്യമാണ്, ലാസ്റ്റ് മിഡ് പഠനം ഇനി അങ്ങോട്ട് നടക്കില്ല. +1 പഠിച്ച കുട്ടികൾക്ക് ഓൾറെഡി ഒരു ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും, കഴിഞ്ഞ വർഷം +1 പഠിച്ചവർക്ക്. പക്ഷെ അത്രയും ഐഡിയ നിങ്ങൾക്ക് കിട്ടിയില്ല. കാരണം എന്ന് വെച്ചാൽ +1 കഴിഞ്ഞ വർഷത്തെ എക്സാം റിലേറ്റീവ്ലി ഈസി ആയിരുന്നു +2 വെച്ച് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ. എക്സാം ടഫായി വരുമ്പം ഈ അവസാന നിമിഷമുള്ള പരിപാടി നടക്കില്ല.
എക്സാം ഈസി ആണെങ്കിലും നടക്കില്ല എന്ന് തന്നെ സത്യം. കാരണം വെച്ചാൽ പ്ലസ് 1 പ്ലസ് 2 അത്രത്തോളം ഡെൻസ് ആയിട്ടുള്ള കണ്ടന്റ് ആണുള്ളത്. അത് നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവർ 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ പഠിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. അത്രയും കാര്യങ്ങളാണ് ഇത് പഠിക്കാനുള്ളത്. ഫിസിക്സിലാണ് കുറേ ഡെറിവേഷൻസ്, കെമിസ്ട്രിയിലാണ് കുറേ ഇക്വേഷൻസ്, ബയോളജിയിലാണ് കുറേ ടോപ്പിക്സ്, കമ്പ്യൂട്ടർ സയൻസിൽ സിമിലർ ആയിരിക്കും, കുറച്ചുകൂടി എളുപ്പമെന്ന് മാത്രം പറയാം. മാത്സിലാണ് ഇഷ്ടംപോലെ ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്യണം. ആ ചോദ്യങ്ങളൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ ചിലപ്പോൾ പറ്റുമായിരിക്കും, പക്ഷെ അതൊന്നും തലയിൽ ഇത് ചെയ്താൽ മാത്രം പോരല്ലോ. പരീക്ഷ ഹാളിൽ ഇരിക്കുമ്പോൾ ഇതൊക്കെ ഓർത്തെടുക്കാൻ പറ്റണ്ടേ? അപ്പോൾ ആ ഓർത്തെടുക്കാൻ വേണ്ടി റിവിഷൻ ചെയ്യേണ്ട ആവശ്യം ആ ഒരു സമയം വേണ്ടേ? അത് അവസാന നിമിഷം നിങ്ങൾക്ക് കിട്ടില്ല. നിങ്ങൾക്ക് ടെൻഷൻ ആയിരിക്കും, സ്ട്രെസ് ആയിരിക്കും. എക്സാമിൻ്റെ തലേന്ന് വരെ നിങ്ങൾ ടെൻഷൻ അടിച്ച് ആ ടെൻഷൻ തന്നെ നിങ്ങളുടെ പരീക്ഷയിൽ നിങ്ങളെ മോശമായിട്ട് പെർഫോം ചെയ്യിപ്പിക്കും. ഇതാണ് സത്യം. ഈ സത്യം മനസ്സിലാക്കിക്കോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവസാനം എടുക്കാൻ പോകുന്ന ആ വലിയ കഷ്ടപ്പാട് ഒന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരുന്ന് പരത്തി കൊടുത്താൽ മതി ആദ്യം മുതൽ തന്നെ. അല്ലാണ്ട് എക്സ്ട്രാ കഷ്ടപ്പാട് നിങ്ങൾ ആദ്യം എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം, ഈ പ്ലസ് 1 പ്ലസ് 2 ജീവിതം കുറച്ചുകൂടി നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. പഠനം മാത്രമല്ല ഉള്ളത്, ലാസ്റ്റ് 2 വർഷമല്ലേ സ്കൂളിലെ. പ്ലസ് 2 കുട്ടികളാണെങ്കിൽ ലാസ്റ്റ് 1 വർഷമാണ്. ഇനി നിങ്ങൾ സ്കൂളിൽ പഠിക്കില്ല. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടുള്ള ആ ഒരു ലൈഫും പുറത്തു പോകുന്ന പരിപാടിയും ഒക്കെ ഒന്ന് എൻജോയും കൂടി ചെയ്യണ്ടേ? അത് ചെയ്യണമെങ്കിൽ നിങ്ങളൊരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. ഒബ്വിയസ്ലി ഫുൾ എൻജോയ് ചെയ്ത് സാർ അവസാനം പഠിച്ചാൽ പോരെ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യമായിരിക്കും നടക്കാൻ പോകുന്നത്. മതി അവസാനം പഠിക്കുന്നത്, പക്ഷെ അതുകൊണ്ട് നിങ്ങളുടെ പരീക്ഷയിൽ 1 മാർക്കും നിങ്ങൾ എക്സ്പെക്ട് പോലും ചെയ്യരുത്. ടെൻഷൻ അടിച്ച് അവസാനം മാർക്കും കുറഞ്ഞ് കിട്ടും. അതാ സംഭവിക്കാൻ പോകുന്നത്. നേരെ മറിച്ച് ഒരു ബാലൻസ്ഡ് അപ്രോച്ച് ആണെങ്കിൽ നിങ്ങളുടെ എൻജോയ്മെൻറ്റ് നിങ്ങൾക്ക് നടക്കും, എന്നാൽ നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യം പഠിക്കാനും പറ്റും. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് പ്ലസ് 1ലേക്ക് ജസ്റ്റ് വന്ന കുട്ടികളോടാണ്. നിങ്ങളുടെ 10ാം ക്ലാസ്സിൽ ആ പരിപാടിയില്ല, അവസാന നിമിഷമുള്ള പരിപാടി ഒന്നും പ്ലസ് 1ൽ ഏൽക്കാൻ പോകുന്നില്ല. പ്രത്യേകിച്ച് പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണിൻ്റെ ഈ ഒരു സാഹചര്യത്തിൽ. അപ്പോൾ ഈ 3 സത്യങ്ങൾ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ഒന്ന് നിങ്ങൾ നിങ്ങളുടെ മൊത്തം പ്ലസ് 1 പ്ലസ് 2 പഠന രീതി ഒന്ന് മാറ്റി തുടങ്ങിയാൽ തന്നെ കുറേ മാർക്ക് എന്ന് പറഞ്ഞാൽ മിനിമം ഒരു 20 മാർക്കെങ്കിലും ടോട്ടൽ നിങ്ങൾക്ക് നിങ്ങളുടെ സേവ് ചെയ്യാൻ പറ്റും. അത്ര എനിക്ക് പറയാനുള്ള ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.